സൂചിപ്പിച്ച ഇനി അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോക്കൽ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് മുനമ്പത്തെ അഡ്രസ് ചെയ്യരുതെന്ന്. അച്ഛൻ ഞാൻ പറയും, ഞാൻ ഒരു ക്രൈസ്തവ മതവിശ്വാസിയാണ്. ഞാൻ പഠിച്ചിട്ടുള്ള പാഠം സഭ ശ്ലൈഹികവും സാർവത്രികവുമാണെന്ന, സഭയുടെ കാഴ്ചപ്പാട് സാർവത്രികമായിട്ട് എടുക്കണമെന്ന, സാർവത്രികമായിട്ട് ഒരു നിലപാടെടുക്കുമ്പോൾ ഈ രാജ്യത്തെ മതേതര രാജ്യത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ അന്യവൽക്കരിക്കുന്ന ഒരു നിയമം BJPയുടെ പ്രത്യേക താല്പര്യത്തോടെ നടപ്പാക്കുമ്പോൾ അവർ 2014 തൊട്ട് 2025 വരെ നടപ്പാക്കിയിട്ടുള്ള ഓരോ നിയമങ്ങളുടെ ലക്ഷ്യം അന്യമത ഈ അപരമതത്തെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങളെ വേട്ടയാടുന്ന നിയമങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ നടത്തുന്ന ഒരു മുൻകാല അനുഭവങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ അച്ഛൻ കരുതുന്ന അത്ര നിഷ്കളങ്കനല്ല ഞാൻ. BJP കൊണ്ടുവരുന്ന ഈ നിയമം മുസ്ലിങ്ങളെ വേട്ടയാടാൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഞാനും ഒരു ക്രൈസ്തവ മതവിശ്വാസിയാണ്, പള്ളിയിൽ പോകുന്ന ആളാണ്, കുർബാന കൂടുന്ന ആളാണ്. അപ്പൊ സഭ സാർവത്രികമാണ്. സഭയ്ക്ക് ഒരിക്കലും ലോക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിന്റെ പേരിൽ സാർവത്രികമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പാടില്ല. ഇനി താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താ 3 വർഷം മുമ്പ് വഖഫുമായി മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് പറഞ്ഞു, പഠിച്ച് ഭേദഗതി പറയണമെന്ന്. UDF സംസ്ഥാനത്തോ കേന്ദ്രത്തിലോ അധികാരത്തിൽ ഇല്ലാത്ത ഒരു മുന്നണിയാണ് കോൺഗ്രസ്, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ ഞങ്ങൾ വഖഫിനെ കുറിച്ച് പഠിച്ച് ഭേദഗതി നടപ്പാക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അധികാരമുള്ള ആളുകൾ മതത്തിന്റെ പേരിലാണ് ഇത് നടപ്പാക്കുന്നത്. അപ്പൊ താങ്കളുടെ ആ വാദം അവിടെ അംഗീകരിക്കാൻ സാധിക്കില്ല. അടുത്തത് താങ്കൾ പറഞ്ഞ എന്താ, സഭയുടെ പ്രതിനിധികൾ KCBCയും CBCI ഒക്കെ പറഞ്ഞെന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഈ സഭയുടെ ആകുലത അല്ല വേണം. ഒരു വാചകം കൂടി പറയട്ടെ, ഇന്ത്യ മുഴുവൻ 100 MP കോൺഗ്രസിനുണ്ട്. ഈ 100 MP-മാരോട് നിങ്ങൾ ആവശ്യപ്പെടാൻ തയ്യാറാണോ? ഈ കേരളത്തിന് പുറത്ത് മംഗലാപുരം തൊട്ട് വടക്കോട്ടുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും സഭ ഇതേ നിലപാടെടുക്കോ? ഇന്നലെയല്ലേ ജബൽപൂരില് ഈ ക്രൈസ്തവ മതവിശ്വാസികളെ അച്ഛന്മാരെ അടക്കം തെരുവിൽ സംഘപരിവാർ തല്ലി തമ്പോറാക്കിയത്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഞങ്ങളോട് ദീപിക പത്രത്തിലും സത്യദീപത്തിലും എഴുതുമല്ലോ, പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തണം, മെഴുകുതിരി പ്രതിഷ്ഠ നടത്തണമെന്ന്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ? ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് നമ്മൾ ഏറ്റു പറയുന്നതല്ല. അവര് ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ ശക്തി ചോരുമ്പോൾ സംഘപരിവാറിന് കൂടുതൽ എണ്ണ പകരുകയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തെ നിങ്ങൾ വിഷയാടിസ്ഥാനമായിട്ട് ഫാക്ട് വെച്ച് പഠിക്കണം. മുനമ്പത്തെ മനുഷ്യർക്ക് നീതി കൊടുക്കണമെന്ന കോൺഗ്രസിന്റെ നിലപാട്. മുനമ്പത്ത് പണം കൊടുത്ത് ഭൂമി വാങ്ങിയ മനുഷ്യർക്ക് നീതി ഉറപ്പാക്കണം. അതിന് ജാതിയും മതവും നോക്കി മുസ്ലിങ്ങളെ മുഴുവൻ അപരവൽക്കരിക്കുന്ന നിയമത്തെ പിന്തുണയ്ക്കാൻ പാടില്ല. ഒരു നല്ല ക്രൈസ്തവനാണെങ്കിൽ മുസ്ലിങ്ങളെ വേട്ടയാടുന്ന വിജാതിയെ വേട്ടയാടുന്ന നിലപാടെടുക്കാൻ പാടില്ല. നമ്മൾ നല്ല സമരിയാക്കാരന്റെ ഉപമ പഠിപ്പിക്കുന്ന അച്ഛന്മാരല്ലേ? നമ്മൾ വിജാതിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ മാർഗം പഠിപ്പിക്കുന്ന അച്ഛന്മാരല്ലേ? നമ്മൾ ഒരിക്കലും മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ഈ നടപടിയെ പിന്തുണയ്ക്കാൻ പാടില്ല. അഖിലേന്ത്യാ തലത്തിൽ നടപ്പാക്കുന്ന ഒരു നിയമത്തെ കേരളത്തിലെ ഒരു മുനമ്പത്തെ മാത്രം വിഷയത്തെ വെച്ച് അഡ്രസ് ചെയ്യാൻ പാടില്ല. മുനമ്പത്തിൽ കോൺഗ്രസിന് UDF-ന് നിലപാടുണ്ട്. മുനമ്പത്ത് ഒരു ഒറ്റ മനുഷ്യൻ പോലും കുടിയിറക്കപ്പെടാൻ പാടില്ല. പണം കൊടുത്ത് ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകളെ കിടപ്പാടത്തിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. ഇത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം.